എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ 3 നാടൻ റെസിപ്പികളാണ്. ഈ തനി നാടൻ റെസിപ്പികൾ 3 ഉണ്ടെങ്കിലുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇറച്ചിയോ മീനോ ഒന്നും ആവശ്യമില്ല. എന്നാൽ നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങിയാലോ. ആദ്യം വെണ്ടയ്ക്ക മോരുകറിയാണ്. അതിനായിട്ട് 10 വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി തുടച്ച് ഒട്ടും വെള്ളത്തിന് നനവില്ലാതെ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം സവാള, പച്ചമുളക് ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയും അരയ്ക്കാനായിട്ട് 4 ടേബിൾ സ്പൂൺ തേങ്ങ, സവാളയുടെ ഒരു ചെറിയ കഷ്ണം, 1/2 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അടുപ്പത്തേക്ക് ഞാനൊരു മൺചട്ടി വെച്ചു. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് ഈ ഒരു വെണ്ടയ്ക്ക മുഴുവനായി മാറ്റാവുന്നതാണ്. ഇനിയും ഈ സെയിം പാത്രത്തിലേക്ക് തന്നെ ഞാൻ 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ ഇത്രയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 2 വറ്റൽമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ സവാളയുടെയും എല്ലാം കളർ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1/2 ടീസ്പൂണിൽ കുറച്ച് താഴെയായിട്ട് നിൽക്കുന്ന മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇപ്പം തക്കാളിയൊക്കെ ഇത്രയും വഴന്നു വന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരച്ചെടുത്ത അരപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അരപ്പിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കണം, എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നിടം വരെ. ഇപ്പം കണ്ടാൽ തന്നെ അറിയാലോ, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 2 കപ്പ് തൈര് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഒന്നുടച്ചെടുത്തിരിക്കുന്നത്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഞാനിതിലേക്ക് ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് ഇത്രയും കുറുകിയിരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളമോ അല്ലെങ്കിൽ 1/4 കപ്പ് വെള്ളമോ കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്ക് ഈ മോര് ഒരുപാട് ലൂസായിട്ടിരിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ഒട്ടുമേ ചേർക്കുന്നില്ല. ഇനി ഈ തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ തീരെ കുറച്ച് വെച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഒന്ന് ചൂടാക്കി നല്ലതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാം. അങ്ങനെ വെണ്ടയ്ക്ക മോരുകറി തയ്യാറായിട്ടുണ്ട്. അടുത്തത് നല്ലൊരു പൊട്ടറ്റോ ഫ്രൈ ആണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇത് വലിയ ടൈപ്പ് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഞാൻ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയും അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തു. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ജീരകം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ മാത്രം ജീരകം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഈ സമയത്ത് തീ കുറച്ച് വെച്ചിരിക്കണം. തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. അതായത് നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്നിൽ തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ തീ തീരെ കുറച്ചേ ഇടാവൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഒന്ന് വഴറ്റിയെടുത്ത ശേഷം കുറച്ച് വെള്ളം, അതായത് ഒരു 1/4 കപ്പിൽ താഴെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. ചെറു തീയിൽ വെച്ച് അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞൊരു 1/4 വേവാകുമ്പോൾ ഈ അടപ്പ് മാറ്റി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തുമാത്രം പൊട്ടറ്റോ ഫ്രൈ ആക്കി എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ പൊട്ടറ്റോ ഫ്രൈയും തയ്യാറായി. ഇനി നമുക്ക് തട്ടുകട സ്റ്റൈലായിട്ടുള്ള ഓംലെറ്റാണ് തയ്യാറാക്കേണ്ടത്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സൈഡ് ആയിട്ടുള്ള ഓംലെറ്റാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ.
അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കണം. അടുപ്പത്തൊരു പാൻ വെച്ചു. ഇതിൽ 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക്, അതിൻ്റെ കൂടെ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കണം. 1-2 വറ്റൽമുളക് നമ്മുടെ എരിവിനനുസരിച്ച്. ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞത്, ഒരുപാട് സവാള വേണ്ട, ചെറുത് മാത്രം മതി. ഒരു വെളുത്തുള്ളി 2ആയിട്ട് മുറിച്ചിടുക. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണിത്. ഇനി ഇതിൻ്റെ കളർ മാറി വരുന്നിടം വരെ ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പം കണ്ടല്ലോ, ഞാൻ ആ ഒരു മിക്സ് വറുത്തെടുത്തിട്ടുണ്ട്. കളർ നല്ലതായിട്ട് മാറി വന്നിട്ടുണ്ടല്ലോ. ഇനി ഇത് തണുക്കാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു മസാല ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് പൊടിച്ചെടുത്ത ശേഷം അടുപ്പത്തേക്കൊരു പാൻ വെച്ചു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ഈ പൊടിച്ചെടുത്ത പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മളിത് വറുത്തെടുത്തതാണ്, അതുകൊണ്ട് ഒരുപാടിട്ട് വറക്കണ്ട, ഒന്ന് യോജിപ്പിച്ചാൽ മാത്രം മതി. എന്നിട്ട് ഞാൻ ഒരു 3 സവാള അരിഞ്ഞതും പച്ചമുളക് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് കൈവച്ച് തന്നെ ഒന്ന് ഞെവിടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 കോഴിമുട്ടയാണ് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നത്. 3 സവാളയ്ക്ക് ഞാൻ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ലതായിട്ട് നമ്മൾ സ്പൂൺ വെച്ച് തന്നെ അതിനെ യോജിപ്പിച്ചെടുക്കുക. എത്രയും നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നോ അത്രയും നല്ല സോഫ്റ്റായിട്ടുള്ള മുട്ട നമുക്ക് തയ്യാറായി കിട്ടും. അടുപ്പത്തേക്ക് പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന പോലെ തന്നെ മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ട ഈ ഒരു സമയത്ത് ഞാൻ മുട്ട ഒഴിച്ചു കൊടുത്തു. അതിനോടൊപ്പം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാലപ്പൊടി ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലതായിട്ട് തന്നെ മസാലപ്പൊടി അതിന് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതീയിൽ വെക്കുക. ചെറുതീയിൽ വെച്ച് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പോൾ മുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. അതായത് ഞാൻ മുമ്പേ പറഞ്ഞില്ല, നമ്മളിങ്ങനെ ആ സ്പൂൺ വെച്ച് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്ന അടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള മുട്ട നമുക്ക് തയ്യാറായി കിട്ടും. അങ്ങനെ നാടൻ തട്ടുകട സ്റ്റൈൽ ഓംലെറ്റും തയ്യാറായിട്ടുണ്ട്. ഈ ഒരു 3 കറികളും ഉണ്ടെങ്കിലുണ്ടല്ലോ നല്ല ഒന്നാന്തരമായിട്ട് നമുക്ക് ഊണ് കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു 3 റെസിപ്പിയോടും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. നിങ്ങളുടെ ഓരോ ലൈക്കുകളും വിലപ്പെട്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.